ഫീസിന് കാശ് ലഭിക്കാതിരിക്കുമ്പോ ഖമറുൽ സ്വാതന്ത്ര്യം കൊണ്ട് ഇന്നും ജീവിച്ചു പോകുന്ന എത്രയെത്ര രോഗികളുണ്ടെന്ന് നിനക്കറിയുമോ? മോനെ, ഖമറുൽ കുറ്റം പറയുമ്പോ, ഖമറുൽ കോലം കത്തിക്കുമ്പോ, ഖമറുൽ കോലം മയ്യത്തടക്കാൻ കൊണ്ടുപോകുമ്പോ നീ ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ടോ? കോട്ടെ ഒരാൾക്ക് സുജൂദ് ചെയ്യാനുള്ള ഒരു സ്ഥാനം നീ നിർമ്മിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു യത്തീമിന് വേണ്ട, ഒരൊറ്റ യത്തീമിന് വേണ്ട ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും നീ നൽകിയിട്ടുണ്ടോ? ഒരു മുതല്ലിമിനെ സ്നേഹത്തോടെ നീ പരിപാലിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചെയ്യാതെ എന്തിനാ മോനെ ഖമറുൽ കരിവാരിത്തേക്കുന്നത്? നിന്റെ ഈമാനങ്ങൾ കെട്ടുപോകുമെന്നല്ലാതെ ഖമറുൽ വെറുതെ വീട്ടിൽ വിശ്രമിച്ചാലോ? ഈ ആയിരക്കണക്കിന് പള്ളികളിൽ വെച്ചുകൊണ്ടോ ഓരോ ആളുകളും ഓരോ ഭക്തനും നിസ്കരിക്കുമ്പോ ആ സവാബ് മുഴുവനോ ആ നിസ്കാരത്തിന്റെ പ്രതിഫലം മുഴുവൻ ഖമറുൽ അക്കൗണ്ടിലേക്ക് മോനെ ചെയ്യുന്നതോ? അവിടുന്ന് വെറുതെ ഇരുന്നാലും എനിക്ക് കുഴപ്പമില്ല, നീയും ഞാനും എന്തിനുണ്ടാ മോനെ കുതിര കയറുന്നതോ? അതേ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. ഏത് പേരിൽ പ്രവർത്തിക്കുകയാണെങ്കിലോ പണ്ടിരുന്നാല് കുതിര കയറുന്ന പ്രസ്ഥാനമാണോ? ഒരു സെക്കൻഡ് നേരം അവിടെ മോനെ നിൽക്കാൻ പറ്റൂല. അത് ഹറാമിന്റെ ഗ്രഹമാണോ? ഹറാമിന്റെ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതോ? ഖമറുൽക്ക് വേണ്ടിയിട്ടോ ഒരു ചെറിയ രൂപത്തിൽ സഹായം ചെയ്യാൻ SSFകാരായ നമുക്ക് കഴിയുന്നുണ്ടെങ്കിലോ അത് വലിയൊരു അനുഗ്രഹമാണെന്ന് മറക്കണ്ട. എന്തിനാ നമ്മൾ SSFകാരനാവുന്നത്? ഏതെങ്കിലും വാർഡിന്റെ മെമ്പറാകാനാണോ? ഏതെങ്കിലും പഞ്ചായത്തിന്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ ആകാനാണോ? എവിടെയെങ്കിലും സ്ഥാനങ്ങളോ മാനങ്ങളോ കിട്ടാനാണോ? അല്ല അല്ല. لتكون كلمة الله هي العليا. അള്ളാന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന ദീനുൽ ഇസ്ലാം ഉണ്ടല്ലോ, ഇത് ഖിയാമം വരെ നിലനിൽക്കേണ്ടതുണ്ടോ? അതിനെ പ്രയത്നിക്കേണ്ടതുണ്ടോ? ഏത് രാഷ്ട്രീയ തമ്പുരാക്കന്മാര് കിടന്ന് പരിശ്രമിച്ചാലോ ആ വെളിച്ചം കെടുത്തിക്കളയാൻ കഴിയുമെന്ന് കരുതേണ്ടതില്ല. ഖമറുൽ പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അവിടുത്തെ പില്ലേങ്ങളെ അടിയുറച്ചു നിൽക്കുന്നുണ്ടോ? എന്തിനാണെന്നറിയുമോ? ഞങ്ങളങ്ങ് മരിച്ചു കഴിഞ്ഞ SSFകാരാ ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് നാം ഏത് സമയത്ത് മരിച്ചാലോ അല്ലെങ്കിൽ SSFിലെ പ്രവർത്തകരുടെ ബാപ്പയോ ഉമ്മയോ മരിച്ചു എന്ന വിവരം കേട്ടാൽ മോനെ മദീന മുനവ്വറയിലോ റസൂലുള്ളാഹിന്റെ കാൽ കീഴിൽ വെച്ച് നമുക്ക് പൊറുക്കൽ നേടാനുള്ള ആളുകളുള്ള ഒരൊറ്റ സംഘടന ലോകത്തുണ്ടോ? അത് ഖമറുൽ മക്കളുടെ സംഘടനയാണോ? അത് SSF മാത്രമാണെന്ന് മറക്കണ്ട. ഇത് ഞാൻ ആലങ്കാരികമായി പറയുകയല്ല. അറിയില്ലേ നിങ്ങൾക്ക് കണ്ണൂര് ചൊക്രി എന്ന് പറയുന്ന ദേശത്തോ 20 വർഷങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞു പോയ ഓഹാലിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാര് അതെ ആ ചൊക്രിയുള്ള കബറിന്റെ അങ്കണത്തിൽ ചെന്ന് നോക്കിയാൽ അവിടെ ആലിമീങ്ങൾ സദാ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? സാദാത്യങ്ങൾ വന്ന് ദുആ ചെയ്യുകയാണോ? എന്റെ മരിച്ച് 20ഓളം വർഷം കഴിഞ്ഞിട്ടോ ഓഹാലിൽ നിന്ന് ചെറുപ്പക്കാരനെ ലോകം മറക്കാത്തതെന്നറിയുമോ? അതെ അവിടുന്ന് ഒരു ആലിമായിരുന്നത് കൊണ്ടില്ല, ഓഹാലിതൊരു മുതല്ലിമായിരുന്നില്ല, ഏതെങ്കിലും മദ്രസയിൽ പഠിപ്പിച്ചൊരു സദറുസ്താദായിരുന്നില്ല. മറിച്ചോ ജീവിച്ച കാലമത്രയോ ഊർജ്ജസ്വലതയോടുകൂടെ ഖമറുൽ താജുൽ പിന്നിലങ്ങ് നിന്ന് പ്രവർത്തിച്ചപ്പോ മോനെ മരിച്ചാലും മറക്കാത്ത ആളുകൾ ഓഹാലിന് കിട്ടുകയാണോ? ഞാൻ ഓർത്തു പോകുന്നു കോഴിക്കോട് ചേനായൂർ എന്ന സ്ഥലത്തുള്ള ബാദുഷാ എന്ന് പറയുന്ന പ്രവർത്തകർ നോളജ് സിറ്റിയുടെ തറക്കല്ലിടൽ കർമ്മത്തിന് വേണ്ടിയിട്ടോ 313 സാദാത്തുക്കൾ പങ്കെടുത്ത മജ്‌ലിസ്
നടക്കുമ്പോ അതിൽ പങ്കെടുക്കാൻ ആവശ്യത്തോടെ വന്ന വീട്ടിൽ നിന്ന് വന്ന ബാദുഷാ എന്ന പ്രവർത്തകനോ ആ പ്രവർത്തകനത് ആ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ അത് മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് വെച്ചോ അവിടെ നിന്ന് ആക്സിഡന്റ് ആയിട്ടെങ്കിലും മരണപ്പെട്ടു പോകുന്നു. അവന്റെ ഖബറോ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ആ ബാദുഷാന്റെ നാട്ടിലേക്കോ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ആളുകൾ ചെന്നപ്പോ അവിടെയുള്ള പ്രായമുള്ള ആളുകൾ പറയുകയാണോ, ഞങ്ങൾ 60-70 കാലമായി ഈ നാട്ടിൽ ജീവിക്കുന്നു, പക്ഷേ ബാദുഷാന്റെ പേര് മയ്യത്ത് നിസ്കരിക്കാൻ ഈ നാട്ടിൽ ഒരുമിച്ച് കൂടിയതുപോലത്തെ ഒരു വഞ്ചന ഈ പള്ളിയിൽ വന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നതോ. ബാദുഷ ജീവിച്ചത് കേവലം 18 വർഷമാണോ അല്ലെങ്കിൽ 19 വർഷം മാത്രമാണോ? പക്ഷേ ബാദുഷാന്റെ മയ്യത്ത് നിസ്കാരത്തിൽ ഇമാമെന്നതോ മഹാനായ ഖമറുൽ കാന്തപുരം ഉസ്താദാണ് കേട്ടോ. അവരുടെ കൂടെ യൂണിറ്റിൽ പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകരെ ഓർക്കുകയാണോ? ബാദുഷ പല മീറ്റിങ്ങുകളിലും ചേരുമ്പോ അവിടുന്ന് അവൻ പറയാറുണ്ടായിരുന്നോ, ഖമറുൽ വഫാത്താവുന്നതിന് മുമ്പ് ഞാൻ വഫാത്താവണമെന്ന്. എന്തിനാണെന്ന് ചോദിച്ചാൽ ആ ബാദുഷ പറയുമ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്തിന് ഖബറിലെ മൈതാവ് നിൽക്കണമെന്ന് ആ ബാദുഷ കൊതിച്ചിരുന്നു. അതേ സകല തിരക്കും മാറ്റിയിട്ടോ ചെറിയൊരു പ്രവർത്തകൻ മരിച്ചപ്പോ ഖബറിലും അവിടെ ഓടിയെത്തിയിട്ടുണ്ട് കേട്ടോ. ആ ബാദുഷാന്റെ 40ാമത്തെ ദിവസത്തിലേക്ക് യൂണിറ്റിന്റെ പ്രവർത്തകർ തഹ്ലീൽ ചെല്ലാനങ്ങ് തീരുമാനിക്കുന്നു. തൊട്ടടുത്ത യൂണിറ്റുകളിലേക്ക് മെസ്സേജ് കൈമാറുന്നു. 39ാമത്തെ ദിവസം അതേ അവരെ ചെല്ലിയ തഹ്ലീലിന്റെ കണക്കുകൾ ഇങ്ങനെ ശേഖരിക്കുമ്പോ എന്തിനാ പ്രവർത്തിക്കുന്നത് എന്നതിൽ മനസ്സിലാക്കിക്കോ. അതേ ബാദുഷാന്റെ പേരിൽ 40 ദിവസമാകുമ്പോഴേക്ക് കൂടെ പ്രവർത്തിച്ചിരുന്ന ആളുകൾ ആത്മാർത്ഥമായി ചെല്ലിയ തഹ്ലീലുകളോ 70 700 7000 7 ലക്ഷമോ 70 ലക്ഷമോ അല്ല, 1 കോടിയിലധികം തഹ്ലീലുകളോ കേവലം 40 ദിവസം കൊണ്ട് ബാദുഷാന്റെ ഖബറിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്റെ ചെറുപ്പക്കാരനായ ബാദുഷാന്റെ ഖബറിലേക്ക് കോടിക്കണക്കിന് തഹ്ലീൽ ചെല്ലാനുള്ള കാരണമെന്നറിയുമോ? അവൻ എസ്എസ്എഫിന്റെ ചുണക്കുട്ടിയായിരുന്നു, റയീസുലമയുടെ പടവാളായിരുന്നു, ഖമറുലമാന്റെ പടക്കുതിരയായി ജീവിച്ചതാണോ? അങ്ങനെ ജീവിച്ച ആര് നമ്മ കുറ്റം പറഞ്ഞാലോ ആര് ഒറ്റപ്പെടുത്തിയാലോ അതൊന്നും നമുക്ക് വിഷയമേ അല്ല. മരിച്ചു കഴിഞ്ഞാലും നമ്മെ ഓർക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ടോ? അത് എസ്എസ്എഫ് മാത്രമാ, ഖമറുലമാന്റെ മക്കളാ. അല്ലാഹുവേ, മരിക്കുന്നത് വരെ ഈ പ്രസ്ഥാനത്തിൽ അടിയുറച്ചു വയ്ക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനേ.